ഇന്നത്തെ ടോപ്പിക് കുട്ടികളുടെ കൈയുടെ മുട്ടിൻ്റെ ഓരോ ഫ്രാക്ചേഴ്സിനെ പറ്റിയാണ്. സ്പെസിഫിക്കലി ഈ എല്ലിൻ്റെ ഫ്രാക്ചേഴ്സ്. നമുക്കറിയാം ഇവിടെ 3 എല്ലുകളുണ്ട് എൽബോ ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ഇത് പിന്നെ ഈ എല്ലും. ഇവിടുത്തെ എല്ലുകളുടെ ഒരു 4 അല്ലെങ്കിൽ 5 സബ് ടൈപ്സ് ഉണ്ട് ഫ്രാക്ചേഴ്സിൻ്റെ. ഈ ഹ്യൂമറസ് ജോയിൻറ്റിനകത്ത് ഫ്രാക്ചേഴ്സ് വരാം, ജോയിൻറ്റിൻ്റെ പുറത്തും ഫ്രാക്ചേഴ്സ് വരാം. ഇന്നത്തെ ടോപ്പിക് ജോയിൻറ്റിൻ്റെ പുറത്തുള്ള ഫ്രാക്ചേഴ്സാണ് കുട്ടികളിൽ, അതായത് സുപ്ര കോണ്ടൈല ഫ്രാക്ചർ എന്ന് പറയും. ഈ ഫ്രാക്ചേഴ്സ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ കൈ വളയും. ആ വളവ് വലുതായാൽ മാറില്ല. സോ ഇതിൻ്റെ ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ സാധാരണ എക്സ്റേസ് എടുക്കുന്നത് പോലെയല്ല ഇതിൽ എക്സ്റേസ് എടുക്കേണ്ടത്. ബിക്കോസ് ഇതിൻ്റെ ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റും എക്സ്റേസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വരാം. സോ തെറ്റായ രീതിയിൽ എക്സ്റേസ് എടുത്താൽ ഡയഗ്നോസിസ് തെറ്റും. സോ ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ, നീര് വരാൻ തുടങ്ങിയാൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. നൗ ഫ്രാക്ചർ അധികം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതൊരു പിൻ വെച്ച് ഉറപ്പിക്കണം. നമ്മളിങ്ങനെ വെട്ടി പൊളിക്കില്ല, തെരിപ്പിച്ചിട്ട് ആ ഫ്രാക്ചർ നേരെയാക്കും, പിന്നെ 2 പിൻ വെച്ച് ഉറപ്പിക്കും. ഈ പിൻ്റെ ഉദ്ദേശം തന്നെ എല്ല് തെറ്റായ രീതിയിൽ സെറ്റാവാതിരിക്കാനാണ്. എല്ല് എന്തായാലും സെറ്റാവും, പക്ഷെ തെറ്റായ രീതിയിൽ സെറ്റാവാതിരിക്കാനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. സോ ഇത് എക്സലൻറ്റ് റിസൾട്ട്സാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. കുട്ടി വലുതാവുമ്പോൾ ഒരു ഡിഫോമിറ്റി ഒന്നും ഉണ്ടാവില്ല. ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം വരിക. താങ്ക് യു.